അപ്പോൾ ഏതായാലും നമുക്ക് ദരീൻ ബീച്ചിലേക്ക് പോവാം. കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക, കുറച്ച് വീഡിയോ കാണാം, മാർക്കറ്റിൻ്റെ അവസ്ഥയിലൊന്നും അറിയാം. ചെങ്ങന്മാർ നമ്മളിപ്പോൾ പോകുന്നുള്ളത് അൽ ഖത്തീഫ് ഫിഷ് മാർക്കറ്റിലാണ്, ഹാർബറിലേക്കാണ് ഞാൻ പോകുന്നുള്ളത്. ഇപ്പോൾ ഫിഷ് മാർക്കറ്റിലാണ് നമ്മൾ പോകുന്നുള്ളത്. നമുക്ക് ഫിഷ് മാർക്കറ്റിനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം, ഫിഷ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കുറച്ച് കാണാം. കടൽ, അൽ ഖത്തീഫ്, കോർണിഷ്. ബോട്ട് കെട്ടിക്കൊണ്ടുവന്നുണ്ട്, അതുകൊണ്ട് നിർത്തിയിട്ടുള്ളതാണ്. ഫിഷ് മാർക്കറ്റിൻ്റെ കവാടം കണ്ടില്ലേ, ഞണ്ട്, ചെമ്മീൻ, സ്രാവ് എല്ലാം ഉണ്ട് കേട്ടോ ഗേറ്റിൽ. നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് വരാം. ഇതാണ് ഫിഷ് മാർക്കറ്റ്, അൽ ഖത്തീഫ് ഫിഷ് മാർക്കറ്റ്. നമുക്ക് ഫസ്റ്റ് കുറച്ച് ഫിഷ് മാർക്കറ്റിൻ്റെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക, കുറച്ച് വീഡിയോ കാണാം, മാർക്കറ്റിൻ്റെ അവസ്ഥയിലൊന്നും അറിയാം. ഏതായാലും മാർക്കറ്റിൽ എല്ലാവരും പണിയൊക്കെ നേരെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ആൾക്കാർക്ക് മീനൊക്കെ നല്ല മീൻ തന്നെ വെക്കുന്നുണ്ടോ, കച്ചരാണോ എന്നുള്ളത് നോക്കിയിട്ട് വരാം. മുമ്പത്തെ വണ്ടിയിൽ നിന്ന് മീൻ വണ്ടിയിൽ നിന്ന് വെള്ളം ഇട്ടുന്നുണ്ട്, ഫൈൻ ഉണ്ട് വരും. വെള്ളം ലീക്കാന്നുണ്ടായിരുന്നു, ഫുള്ള് മീൻ വെള്ളം, മീനിൻ്റെ വെള്ളം കണ്ടില്ലേ. എവിടെയാ വണ്ടി വെക്കുക? മാർക്കറ്റ് എത്തി സൗണ്ടില്ലേ? ഇതാണ് മാർക്കറ്റ്. 15 കിലോ ഉണ്ടാവും ചായക്കൂറ. കൂടുതലായിട്ട് പഴക്കുന്നത് സൗദി പിള്ളേർ തന്നെ, ഷിയാക്കിൽ പിള്ളേർ നല്ല ആത്മാർത്ഥമായിട്ട് പഴക്കുന്നത്, നല്ല ഉഷാറുണ്ട് കേട്ടോ പിള്ളേർ. ലത്തീഫ് പിന്നെ ഷിയാക്കിലെ കേന്ദ്രമല്ല. മലയാളി ഉണ്ട് കേട്ടോ, മലയാളികളുണ്ട്. മലയാളി ഇല്ലാത്ത സ്ഥലമല്ലോ, എല്ലാ ഭാഗത്തും മലയാളി ഉണ്ടാവും. എല്ലാ ടൈപ്പ് മീനുണ്ട്, അയില മുതൽ മത്തി, ചെമ്മീൻ, കൂന്തൽ, ആമോലി, അക്കൂറ, ഇതെന്ത് എല്ലാ ടൈപ്പും ഉണ്ട്, പല ടൈപ്പ് മീനും, എല്ലാ സൈസും മീനുണ്ട് കേട്ടോ. ഭയങ്കര വർഷം ഭയങ്കര ആൾക്കാരും കേട്ടോ. ഇത് നമ്മൾ നാട്ടിലെക്കാട്ടും ഭയങ്കര സെറ്റപ്പിൽ തന്നെ ഉള്ളത്. പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് കേട്ടോ, എല്ലായിടത്തും കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ എല്ലാവരും എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല റഷുണ്ട്. ലേലം വിളിക്കുന്നുണ്ട്, ലേലം വിളിച്ച് കൊടുക്കുന്നുണ്ട്. ഹോൾസെയിൽ വെക്കുന്നുണ്ട്, റീറ്റെയിൽ വെക്കുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. ഇത് റീറ്റെയിൽ മാർക്കറ്റാണ്, മീൻ മാർക്കറ്റ്, അൽ ഖത്തീഫ് മീൻ മാർക്കറ്റാണിത്. ഭയങ്കര ഒച്ചപ്പാട്, ഭയങ്കര സൗണ്ട്. ഇപ്പോൾ മീനൊക്കെ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇത് ദരീൻ ബീച്ചിൽ നിന്നാണ്, അവിടുന്ന് ജട്ടികളുണ്ട് അവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. കാഞ്ഞങ്ങാട് മാർക്കറ്റ് പോലെയുണ്ട്. കാഞ്ഞങ്ങാട് മാർക്കറ്റ് ഒന്നുമല്ല കേട്ടോ, ഇതാണ് മാർക്കറ്റ്. അതെ, സൗദി. അപ്പോൾ ഏതായാലും നമുക്ക് ദരീൻ ബീച്ചിലേക്ക് പോവാം. ഇവിടെ നിന്നൊക്കെ ബോട്ടൊക്കെ ഉള്ളത് ആ ഭാഗത്താണ്. മീൻ പിടിക്കുന്ന ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ദരീൻ ബീച്ചിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ദരീൻ ബീച്ച് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോയാലാണ് ദരീൻ ബീച്ച്. ദരീൻ ബീച്ച് പോയിട്ട് ഇവിടെ പപ്പായ കാര്യമൊക്കെ വെക്കുന്നൊരു ഇത് കണ്ട് നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇതൊക്കെ വിൽക്കുന്നുണ്ട്, നോക്കാം നമുക്കിവിടെ. ദരീൻ ബീച്ചിൽ പോകുന്ന വഴിയാണ്. നമ്മുടെ നാട്ടിൽ പോകുന്ന കണക്ക് ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരിടത്ത് നിൽക്കുന്നുണ്ടാകുന്നില്ലേ, റോഡ് സൈഡിൽ കച്ചവടം. അപ്പം അതേപോലത്തെ കച്ചവടം ഇത് ഇല്ലേ. നമ്മുടെ നാട്ടിൽ പഴയ എയ്സ് വണ്ടി ഒന്നും കൊള്ളാത്ത വണ്ടിയല്ല എയ്സ്, അതുപോലെ ഇത് ഫോർഡിൻ്റെ പഴയ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. നല്ല ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഇവിടെ. പപ്പായ, പച്ചക്കറി. ഇതെന്താണ് സാധനം?
هذا ايش هذا؟ نعم اريد كامل لا ايش هذا؟ هذا خيار؟ خيار ثاني يجي بدنا كلام مكتب ايش بسموه ഇത് പച്ചക്കറിയാണ് കേട്ടോ പച്ചക്കറി ഇത് വെണ്ടിയുണ്ട് ഇത് കടല കടല هذا قرح طرح هذا كم هذا؟ هذا 1 بوكس 30 ريال 30 ريال حبة؟ ما يجي بيس يعني يجي ممكن نص كرتون حلو؟ لا أنا حبة ما في مشكلة شوف ايش حبة انا اشوف كبير صغير عشان كذا هذا كم؟ هذا نص كرتون هذا يعني تقريبا يجي 20 ريال 15 ريال هذا يعني سعيد هذا 30 قسم هذا كله 30 هذا 30 هذا ممكن تشيل نص كذا 15 بس ما في شيء بس كبير وخلي صغير هذا هنا इतने नब्बे कम भाई जी 10 ريال هذا كل كبير هذا इतने 10 ريال صح 30 15 لا 15 هذا كله هذا 3 يعني ممكن تشيل 3 هذا 15 ريال اوكي 15 اوكي هذا مره كويس هذا احسن من هذا واحسن من هذا اوكي شوف انت جوا هذا بلدي سعوديه احمر سعودي جوا سكر سيزن مانجو ما شاء الله الحين انا اعطيك انت واحد تست ഓക്കെ ഇൻഷാല്ലാ അതിൽ 15 റിയാൽ നമ്മൾ പപ്പായ വാങ്ങിയിരുന്നു കേട്ടോ ഇത് ഫുൾ കാട്ടന് 30 റിയാൽ അതിന് പകുതി നുസ് 15 റിയാൽ ഇത് വെജിറ്റബിളാണ് ടേസ്റ്റ് ചെയ്താൽ വേണ്ടിയിട്ട് തരുന്നുണ്ട് നല്ല ചുവപ്പാണ് നല്ല മധുരമാണ് സൂപ്പർ സാധനം കേട്ടോ അങ്ങനെ കത്തീഫിൻ്റെ അടുത്തുള്ള ദരീൻ ബീച്ചിലാണ് പോകുന്നത് കത്തീഫിൻ്റെ അടുത്തുള്ള ദരീൻ ബീച്ച് എത്താറായി ലോങ്ങെന്ന് കാണുമ്പോൾ വെച്ചാൽ എന്തോ ചെറിയ പള്ളിയാണ് പക്ഷെ ഇത് പള്ളിയല്ല സംഭവം എന്ന് വെച്ചാലേ കുട്ടികൾ ജമ്പിങ്ങിൻ്റെ സാധനം ഉണ്ടല്ലോ നേരെ കുറച്ചിട്ടുള്ള ആ സാധനം ഇത് നാട്ടിലുള്ളത് പോലെ തന്നെ അവിടെ സ്റ്റേജൊക്കെ ഉണ്ടല്ലോ അവിടെ കസേരൊക്കെ വെച്ചിട്ട് ഇതുപോലുള്ള കുറേ സാധനം ഉണ്ടാവും കേട്ടോ കാരവാൻ പോലെ ഹോട്ടല് അത് പിന്നെ കോഫി ഹൗസ് ഇതെല്ലാം ഉണ്ടാവും ചെറിയ സ്കൂട്ടറുകൾ സ്കൂട്ടി വാടകയ്ക്ക് ആ സ്കൂട്ടീൻ്റെ മേലൊരു QR കോഡ് ഉണ്ട് ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളത് സൈക്കിൾ എടുക്കുന്നത് അതിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് മണിക്കൂറായിട്ടാണുള്ള അതിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് സ്കൂട്ടിയാണ് ഏകദേശം 1000 റിയാൽ 1500 റിയാൽ 1000 റിയാൽ മുതൽ സ്റ്റാർട്ടിങ് ആയില്ല 1500 2000 വരെയുണ്ട് 2500 ഉണ്ട് ഇതൊക്കെ രാത്രി ഓപ്പൺ ആവുള്ളൂ കടകൾ ഷെയറൊക്കെ കാണില്ലേ അടിപൊളി സെറ്റപ്പ് ചെയറുകളാണ് ചെയറും ടേബിളൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റിയ ഇപ്പോൾ അങ്ങനെ കൂടുതൽ ആളൊന്നുമില്ല ഇപ്പോൾ നല്ല ചൂടല്ലേ എന്നാലും കുറച്ച് ഫാമിലികളൊക്കെ ഉണ്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂടിന് വലിയൊരു അറിയുന്നില്ല നമുക്ക് രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഉണക്കി നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ നല്ല സെറ്റപ്പ് ആയിരിക്കും എന്നില്ലേ ബൾബ് ഉണ്ടോ സ്റ്റൈലാക്കി കിട്ടും കാറിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാണെങ്കിൽ വയറുണ്ടാവുക കണ്ടില്ലേ ഹൈ കോഫി അതായത് ഹൈ കോഫി മെനു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഹോട്ട് ഡ്രിങ്ക്സിൻ്റെതും കോൾഡ് ഡ്രിങ്ക്സ് മൊഹറ്റോ സ്വീറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു കത്തീഫിലെ കാഴ്ചകൾ. ഞാൻ ഇപ്പോൾ ഉള്ളത് ദരീൻ ബീച്ചിലാണ്. ദരീൻ ബീച്ചിലെ പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ എൻ്റെ ബാക്കിൽ കാണുന്നത് ചെറിയ ചെറിയ തട്ടുകടകളാണ്. രാത്രി വന്നാലേ നല്ല ഉഷാറായിട്ട് കാണുള്ളൂ, ലൈറ്റും കാര്യമൊക്കെ ആയിട്ട്. നല്ല വെയിലുണ്ട് ഇപ്പോൾ. വൈകുന്നേരം സമയം 5 മണിയായി, 4:45.
അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ അടുത്ത നല്ല കിടിലൻ വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നേക്കും. അതിലേക്കും ബൈ.